ലോക പോലീസിന്റെ മേധാവി ചമയാൻ ഡൊണാൾഡ് ട്രംപ് കിടന്ന് കളിക്കുന്ന കളികൾ കാരണം ലോകത്തെ മിക്ക രാജ്യങ്ങൾക്കും മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ പര്യടനം തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്തിനാണ്? ജപ്പാൻ അടക്കം. ചൈന ഇടഞ്ഞാൽ ജപ്പാൻ കയ്യിൽ വേണം. ജപ്പാനുമായിട്ട് ധാതു കയറ്റുമതിക്കുള്ള കരാർ ഒപ്പിട്ടു. പിന്നെ മലേഷ്യയിലെ ആസിയാൻ, അതിനപ്പുറമുള്ള കൊറിയയിലെ അടുത്ത ചർച്ചകൾ. ഇതെല്ലാം ഡൊണാൾഡ് ട്രംപ് ഏഷ്യയിലെ തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത് കാട്ടുന്നതാണ്. ലോക രാജ്യങ്ങളെ കാട്ടിക്കൊടുക്കാൻ താൻ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, താൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്ന്. ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾക്കും അതുകൊണ്ട് തന്നെ ആസിയാൻ വേദിയിലടക്കം തങ്ങളുടെ നിലപാടുകൾ വീണ്ടും വീണ്ടും അമേരിക്കയോട് വിശദീകരിക്കേണ്ട ഗതികേടാണ്. കാരണം ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചതുപോലും താനാണെന്ന് ഇതിപ്പോൾ 100-150 തവണ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള തന്ത്രപരമായ ബന്ധം വികസിപ്പിക്കാൻ യു എസ് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാക് പ്രധാനമന്ത്രിയും പാക് സൈനിക മേധാവിയും ഒക്കെ ആസിയാൻ വേദിയിൽ വെച്ച് കൈകാട്ടി വിളിച്ചതും അവരെ അഭിനന്ദിച്ചതും ഞാൻ അഫ്ഗാൻ യുദ്ധം തീർക്കാൻ ഇടപെടാം, ഒന്ന് ക്ഷമിക്കണേ, ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ ഇന്ത്യയുമായുള്ള പാകിസ്ഥാനുമായുള്ള ബന്ധം വികസിപ്പിക്കണം, പക്ഷെ ഇന്ത്യയുമായുള്ള പിടി വിടാനും പാടില്ല. ഇതാണ് അമേരിക്കയുടെ നിർബന്ധ ബുദ്ധി. യു എസിനും ട്രംപിനുമൊക്കെ അത് സാധിക്കുമായിരിക്കും. പക്ഷേ നേർക്കുനേർ നേരെ ചൊവ്വേ എല്ലാം കൃത്യമായി ചെയ്തു വരുന്ന ഇന്ത്യക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ രണ്ട് വള്ളത്തെ ചവിട്ടുള്ള യാത്ര. ഇതാണത്ര യു എസിന്റെ വിദേശ നയം. രണ്ട് ശത്രുരാജ്യങ്ങളെയും ഒരേ സമയം ഒരുപോലെ ചങ്ങാത്തം കൂടും. എന്നിട്ട് അതിൽ ദുർബലനായ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് കൈയച്ച് സഹായം നൽകും, അവിടെ പദ്ധതികൾ പ്രഖ്യാപിക്കും, തുടങ്ങുന്നത് പിന്നത്തെ കാര്യം. പക്ഷെ അവരെ സന്തോഷിപ്പിക്കും. എന്നിട്ട് ആ രാജ്യത്തെ കൊണ്ട് തന്നെ നേരെ എതിരെ നിൽക്കുന്ന ഇന്ത്യക്കെതിരെ പരാമർശങ്ങൾ, വിവാദങ്ങൾ, ചെറിയ ചെറിയ ആക്രമണ ശ്രമങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയുടെ വിദേശ നയമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അവകാശപ്പെടുന്നത്. ചുളിവില് മണ്ടൽ കയറി ആജ്ഞാപിക്കുക, അത് തന്നെയാണ് ട്രംപിന്റെയും അമേരിക്കയുടെ ലക്ഷ്യം. ശക്തവും ചരിത്രപരവും പ്രധാനപ്പെട്ടതുമായ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം എന്നാണ് ഇപ്പോൾ മാർക്ക് റൂബിയോ പറയുന്നത്. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ആസിയാൻ വേദിയിലെ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് മാധ്യമപ്രവർത്തകരോട് മാർക്ക് റൂബിയോ വിളമ്പിയത് ഇങ്ങനെയാണ്. ബന്ധങ്ങൾക്ക് വിലകൽപ്പിക്കുന്ന ഒന്നാണത്രേ. ഇതിൽ ഇന്ത്യയിലെ മറുപടി ഞങ്ങൾക്ക് രണ്ട് വെള്ളത്തിൽ ചവിട്ടി ശീലമില്ല എന്ന് തന്നെയായിരുന്നു. അമേരിക്ക വേണമെങ്കിൽ എങ്ങനെ അയക്കോ, ഇന്ത്യയോട് അത് വേണ്ട എന്ന് വ്യക്തമായ ഒരു മറുപടി എസ് ജയശങ്കർ നൽകുകയും ചെയ്തു. മലേഷ്യയിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിൽ റൂബിയോ പിന്നീട് പറഞ്ഞത് പക്വവും പ്രായോഗികവുമായ ഒരു വിദേശ നയത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാനുമായുള്ള ബന്ധം കൂട്ടുന്നതും ഇന്ത്യയുമായുള്ള ബന്ധം തുടരുന്നതും. എങ്കിലും ജയശങ്കറിനെ നേരിട്ട് കണ്ടപ്പോൾ മാർക്കോ റൂബിയോ ഇതൊക്കെ വിഴുങ്ങി. എന്നാലും പരസ്യമായി മാർക്കോ റൂബിയോ മാധ്യമങ്ങളോട് പറഞ്ഞതിനൊക്കെ എസ് ജയശങ്കർ മുഖത്ത് നോക്കി തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിഷേധവും കടുത്ത ഭാഷയിൽ അറിയിക്കുകയും ചെയ്തു. യു എസ് നടപടിയെ അന്യായം, നീതീകരിക്കപ്പെടാനാകാത്തത്, യുക്തിരഹിതം എന്നൊക്കെയാണ് എസ് ജയശങ്കർ വിശേഷിപ്പിച്ചത്. അതിനൊന്നും മാർക്കോ റൂബിയോയ്ക്ക് മറുപടിയില്ലായിരുന്നു. ഇതിനു മുമ്പാണ് മാർക്കോ റൂബിയോ പറഞ്ഞത് ഞങ്ങളുടെ വിദേശ നയം ഇങ്ങനെയാണെന്ന്, രണ്ട് വെള്ളത്തിൽ ചവിട്ടി നിന്നുള്ള ആ നയമാണ്. പറയേണ്ടതെല്ലാം പ്രാദേശിക ആഗോള വിഷയങ്ങൾ, പിന്നെ അമേരിക്കയുടെ മുഖത്ത് നോക്കി പറയേണ്ടതെല്ലാം മാർക്കോ റൂബിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ജയശങ്കർ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റോ തൽക്കാലം ഈ ചർച്ചയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന 4ാമത്തെ കൂടിക്കാഴ്ചയാണ് ഈ മാർക്കോ റൂബിയോ ജയശങ്കർ. കാരണം അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിലാണ് പ്രധാനമായും ഊന്നിയുള്ള ചർച്ചകളായിരുന്നത്. ട്രംപ് ചുമത്തിയ തീരുവകളെ ചൊല്ലിയും ന്യൂഡൽഹി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനെ പറ്റിയും ഒക്കെ ചർച്ചയിൽ വിഷയങ്ങൾ വന്നു. അടുത്തിടെ ഉണ്ടായ യു എസ് സംഘർഷങ്ങൾ, യു എസ് മറ്റു രാജ്യങ്ങൾക്ക്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്തിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി, അതേസമയം അമേരിക്കയിലെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി, ഇതെല്ലാം ഒരു പരസ്പര സഹായ സഹകരണ കരാറുകൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതാണെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞപ്പോൾ ജയശങ്കർ പറഞ്ഞത് ന്യായമായ എന്തിനും ഇന്ത്യ ഒപ്പമുണ്ടെന്നാണ്. ഇന്ത്യ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആശങ്കാകുലരായിരിക്കാമെങ്കിലും പാകിസ്ഥാനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ആഴമേറിയതാക്കാൻ യു എസ് ആഗ്രഹിക്കുന്നുവെന്നാണ് മാർക്കോ റൂബിയോ ഇതിനു മുമ്പ് പറഞ്ഞത്. ഇസ്ലാമാബാദുമായുള്ള വാഷിംഗ്ടൺ ഇടപെടൽ ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിന്റെ ആ കണ്ണിൽ നിന്നും കാണരുതെന്നും, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ, വളരെ രസകരമാണ്, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് യു എസ് എന്ന്. എന്താണ്, ഇന്ത്യയിൽ എന്തായാലും ഇന്ത്യ തീവ്രവാദം നടത്തുന്നില്ല പാകിസ്ഥാനിൽ, പക്ഷേ
ബലൂചിസ്ഥാനിലടക്കം പാക് മണ്ണിലെ ബലൂചിസ്ഥാനിൽ തൊട്ടപ്പുറത്തുള്ള അഫ്ഗാനിൽ താലിബാൻ സേന അവരെ ഇപ്പോഴും അമേരിക്ക കാണുന്നത് തീവ്രവാദികൾ എന്ന് തന്നെയാണ്. താലിബാൻ ഒരു സർക്കാർ രൂപീകരിച്ചിട്ടും അവരെ തീവ്രവാദികളുടെ ആ പട്ടികയിൽ നിന്നും നീക്കാൻ അമേരിക്ക ട്രംപ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് താലിബാനെതിരായ പ്രവർത്തനങ്ങളെ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നതെന്ന് അമേരിക്ക പട്ടും വളയും കൊടുത്ത് പാരിതോഷികം നൽകി അഭിനന്ദിക്കുന്നത്. ട്രംപിന് താലിബാൻ ചെയ്യുന്നത് ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ ചെയ്യുന്നത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ പഹൽഗാമിലടക്കം ഇന്ത്യയിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ അറിവോടെ ISIയുടെ മേൽനോട്ടത്തിൽ ചെയ്തു കൂട്ടിയ കൂട്ടക്കുരുതിയൊക്കെ അമേരിക്ക അതിനെ എന്ത് വിളിക്കുമെന്ന് ഇനി കണ്ടറിയണം. എന്തായാലും കഴിഞ്ഞ മാസം ന്യൂയോർക്കിൽ UN ജനറൽ അസംബ്ലിക്കിടെ റൂബിയോയും ജയശങ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു പടി പോലും മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് US കഴിഞ്ഞിട്ടില്ല. കാരണം ട്രംപിന്റെ കടുംപിടുത്തം തന്നെയാണ്. പ്രധാനമായും റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങുന്നു. ഒരു വിധത്തിൽ നമ്മുടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന റിലയൻസ്, നായര തുടങ്ങിയ എണ്ണ കമ്പനികളെ വിലക്കി ഇപ്പോൾ അവർ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. പകരം അവർ GCC രാജ്യങ്ങളെയും അമേരിക്കയും ഒക്കെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ലഭിച്ചേ പറ്റൂ. ഈ രണ്ട് കമ്പനികൾക്കും ക്രൂഡ് ഓയിൽ ലഭിച്ചാൽ മാത്രമേ ഇന്ത്യൻ ഓയിൽ കമ്പനികൾക്ക്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പെട്രോളും ഡീസലും അടക്കമുള്ള വിവിധ ക്രൂഡ് ഓയിലിന്റെ വിവിധ വകഭേദങ്ങൾ ഇന്ധനമായി സപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വില ഒത്തിരി ഉയർന്നാലും സാരമില്ല എന്ന തരത്തിൽ റിലയൻസ്, നായരമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മാർക്കോ റൂബിയോ ജയശങ്കറിനോട് പറയുന്നത് ഞങ്ങൾ പാകിസ്ഥാൻ ഇനിയും കൈയച്ച് സഹായിക്കും, അതിൽ ഇന്ത്യ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന്. അതിനുള്ള മറുപടിയാണ് ജയശങ്കർ മാർക്കോ റൂബിയുടെ മുഖത്ത് നോക്കി കൊടുത്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് വീണ്ടും താൻ മധ്യസ്ഥത വഹിച്ചതാണ് ആസിയാനിൽ പോയി ട്രംപ് പിന്നെയും പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പാകിസ്ഥാനുമായി അടുത്ത ബന്ധത്തെ ട്രംപ് ഏറെ പ്രശംസിക്കുകയും എടുത്തു കാണിക്കുകയും ഒക്കെ ചെയ്തു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി അസീം മുനീറിനെയും ഒക്കെ പ്രകീർത്തിച്ചു. അഫ്ഗാനിസ്ഥാനിലുള്ള സമീപകാല സംഘർഷം, അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആ സംഘർഷം അത് പരിഹരിക്കാൻ ഏത് തരത്തിലും തങ്ങൾ തയ്യാറാണെന്ന് പാകിസ്ഥാനും പാക് സൈനിക മേധാവിക്കും ട്രംപ് ഉറപ്പ് നൽകി. കാരണം അഫ്ഗാനിസ്ഥാനെതിരെ നീങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു വ്യോമത്താവളം, ഒരു ബേസ്, ഒരു യുദ്ധത്താവളം വേണം. അതിന് പാകിസ്ഥാൻ തങ്ങളുടെ ആകാശ അതിർത്തികൾ തുറന്നു കൊടുക്കും. പാകിസ്ഥാൻ മണ്ണിൽ തന്നെ അമേരിക്കൻ പോർ വിമാനങ്ങൾക്ക് താവളമൊരുക്കും. എന്നിട്ടത് അഫ്ഗാൻ സേനയെ താഴെ ഇറക്കാനുള്ള, അഫ്ഗാനിൽ ആക്രമണം നടത്താനുള്ള, ഇറാൻ മോഡൽ ബോംബിംഗ് നടത്താനുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായി ട്രംപ് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴീ പാകിസ്ഥാനെ ട്രംപ് പുകഴ്ത്തി പറയുന്നത്. അതിനിടയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വെച്ച് താനാണെന്ന് വീണ്ടും ട്രംപ് പറഞ്ഞത്. എന്നാൽ ആദ്യം പാകിസ്ഥാൻ പറഞ്ഞത് എന്താണ്? ട്രംപ് ഇടപെട്ടിട്ടല്ല, തങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചതെന്നാണ്. പക്ഷെ ഇപ്പോൾ ആസിയാൻ വേദിയിൽ വെച്ച് പാകിസ്ഥാൻ വീണ്ടും വാക്കുമാറ്റി. അതിൽ ഇന്ത്യക്കൊരു വിഷയവുമില്ല, പാകിസ്ഥാൻ എന്ത് പറഞ്ഞാലും ഇന്ത്യക്കൊരു വിഷയമില്ല. കാരണം ഇപ്പോൾ അവർ പറയുന്നത് ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള അന്നത്തെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതെന്നാണ്. എന്തായാലും പാക് മണ്ണിൽ നിന്നുകൊണ്ട് താലിബാനെ ആക്രമിക്കാൻ വേണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭീഷണിയുമാകാം അമേരിക്ക. അതിനുള്ളൊരു ബേസാണ് അമേരിക്ക തേടുന്നത്. വളരെ വ്യക്തമായൊരു സൈനിക നടപടി ഇന്ത്യക്കെതിരെ വേണമെങ്കിലും അത്തരമൊരു സൈനിക നടപടിക്ക് അമേരിക്കയ്ക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നതും പാകിസ്ഥാന് വേണ്ട സഹായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും. കാരണം പാക് മണ്ണിൽ അമേരിക്കയ്ക്ക് ഒരു വ്യോമത്താവളം വേണം. അതിനുവേണ്ടി തന്നെയാണ് ഈ കിടന്ന് ന്യായീകരിക്കുന്നതും പാക് സൈനിക മേധാവി അടക്കം തോളിൽ കയറ്റി ട്രംപ് സ്വീകരിച്ച് ആനയിക്കുന്നത്.